ദൈവം നമ്മൾ ഒറ്റപ്പെട്ടമാറാകട്ടെ. ഈ സമയം നിങ്ങളുടെ ആത്മനിറവോട് ശ്രമിച്ച ഒരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. ഈ ലോകത്തിലെ എത്ര സ്നേഹങ്ങൾ നിങ്ങളെ വിട്ടുമാറിപ്പോയാലും, എത്ര സ്നേഹിച്ചവർ നിങ്ങളെ വിട്ടുമാറിപ്പോയാലും, നിങ്ങളെ വിട്ടു മാറിപ്പോകാത്ത ഒരുവൻ നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ്റെ പേരാണ് ശശാലേഷ് ക്രിസ്തു. അവ സ്നേഹിച്ചതിനേക്കാൾ അളവില്ലാതെ ആർക്കും സ്നേഹിക്കാൻ പറ്റത്തില്ല. അവ സ്നേഹിച്ചേക്കാൾ അളവില്ലാതെ ആർക്കും നിങ്ങളെ സ്നേഹിച്ച് ചേർത്ത് നിർത്താൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ നിങ്ങളെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ അവൻ ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി യാഗമാകത്തില്ലായിരുന്നു. ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നത് തന്നെ, ഈ വീഡിയോ കാണുന്നത് തന്നെ അവൻ ക്രൂശിൽ യാഗമായി തീർന്നതുകൊണ്ടാണ്. അത്രയും വലിയ സ്നേഹം, സ്നേഹമുള്ളത് കൊണ്ടാണ് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായത്. ഒരു സ്നേഹത്തെ ഈ ലോകത്തിലെ മനുഷ്യർ നമുക്ക് തരാൻ പറ്റുമോ? എത്രയോ മനുഷ്യൻ നമ്മളെ സ്നേഹിച്ചിട്ട് മാറിപ്പോകുന്ന അവസ്ഥകളുണ്ട്. നമ്മോട് ചേർന്ന് വന്നിട്ട് നമ്മളിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ അതിനേക്കാൾ അപ്പുറം ദൈവത്തെ സ്നേഹിക്കുന്നവരായി നമ്മൾ മാറുകയാണെങ്കിൽ ദൈവം നമ്മളെ അളവില്ലാതെ സ്നേഹിക്കും. ഇത് അനുഭവിച്ചിട്ടുള്ളവർക്ക് പറയാൻ പറ്റും. അവൻ്റെ സ്നേഹത്തെ അനുഭവിച്ചിട്ടുള്ള ഓരോ വൃത്തിജീവിതങ്ങളും ചോദിച്ചാൽ പറയും ദൈവം എത്രത്തോളം അവരെ സ്നേഹിക്കുന്നുണ്ട്, അവരെത്രത്തോളം കവർ ചെയ്യുന്നുണ്ടെന്ന്. ദൈവം സ്നേഹിച്ച് കഴിഞ്ഞാൽ ഒരു വേറൊരു പ്രത്യേകതയുണ്ട്. ദൈവം അവരെല്ലാ മേഖലയിൽ നിന്നും കവർ ചെയ്ത് നിർത്തും. എന്നുവെച്ചാൽ ആപത്ത് മേഖലകളിൽ നിന്നും, പ്രതിസന്ധികളുടെ മേഖലയിൽ നിന്നും, കഷ്ടങ്ങളുടെ മേഖലയിൽ നിന്നും, വേദനകളുടെ മേഖലയിൽ നിന്നും ദൈവം അവരെ കവർ ചെയ്ത് നിർത്തും. കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ അവരെ അളവില്ലാതെ സ്നേഹിക്കുന്നു, ദൈവം അവരെ അളവില്ലാതെ അവരെയും സ്നേഹിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാകുക. ദൈവത്തെ സ്നേഹിക്കുന്നവരായിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു മറ്റുള്ള ശക്തികൾക്കും നമ്മളെ ഒതുക്കി നിർത്താൻ പറ്റത്തില്ല. നമ്മളെ ആ സ്നേഹത്തിൻ്റെ അകത്തു നിന്ന് പൊട്ടിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അതേപോലെ സ്നേഹത്തിൽ നമ്മളായി മാറും. സ്നേഹമുണ്ടെങ്കിൽ വിശ്വാസം വർദ്ധിക്കും, സമാധാനമുണ്ടാകും, സ്വസ്ഥതയുണ്ടാകും, രോഗസൗഖ്യമുണ്ടാകും. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിനൊക്കെ നടക്കും. നിങ്ങൾ ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ദൈവത്തെ സ്നേഹിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അവൻ നിൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് നിൽക്കും. നിൻ്റെ എല്ലാ മേഖലകളിലും ഒരു വേദനയിലായിരിക്കുന്നെങ്കിൽ നിൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് ഒരു അപ്പനെ പോലെ, ഒരു അമ്മയെ പോലെ, ഈ അപ്പനെ അമ്മയെ പോലെ അളവില്ലാതെ നിൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് ഒരു നല്ലൊരു കൂട്ടുകാരനെ പോലെ ഇറങ്ങി വന്ന് നിൻ്റെ വേദനകളെ നിൻ്റെ മനസ്സിൻ്റെ അകത്തുനിന്ന് എടുത്തു കളയും. അതാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് നിനക്ക് പരാജയമുണ്ടാകത്തില്ല, തോൽവി ഉണ്ടാകത്തില്ല, വേദന ഉണ്ടാകത്തില്ല, പ്രതികൂലങ്ങൾ ഉണ്ടാകത്തില്ല. എല്ലാം ഉണ്ടാകുന്ന ടൈമുകൾ വരുമ്പോൾ പോലും അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് അത് നിന്നെ ഏഷാത് വണ്ണം നിന്നെ കവർ ചെയ്ത് നിർത്തും. ആ ദൈവത്തെ സ്നേഹിക്കാം. ആമേൻ.